Keep cool, even in the scorching heat. For air conditioners, meet our expert. Oxygen, the cooling expert. Let's welcome Dr. Danish, Dr. Raisa, and ഇവരുടെ കുട്ടിക്കുറുമ്പി ഡോക്ടർ ദുവേ ആകുമോ ഇനി? എല്ലാ ബന്ധുക്കളും കോണ്ടാക്ട് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ചായ എക്സ്റേ അൾട്രാസൗണ്ട് എക്കോ റിപ്പോർട്ടൊക്കെ 2000 ഒക്കെ ആയിരുന്നു. ഇപ്പൊ കുറഞ്ഞു ഇപ്പൊ ഇല്ലാതെ ഇപ്പൊ എനിക്കൊരു 500-600 ദിവസമൊക്കെ ഒരു ദിവസം ഇല്ലെങ്കിലും 500-600 പട്ടി അടിച്ചാൽ എന്ത് ചെയ്യണം ഇൻബോക്സ് ചോദിച്ച ആൻസർ കിട്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെ അങ്ങനെ ബാറ്ററി വിഴുങ്ങി എന്ന് പറഞ്ഞ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചോണ്ടിരിക്കുന്ന 3 മണിക്ക് ഒരാളെ വിളിച്ചു. 3 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാനിപ്പോ ആക്ച്വലി ബിയർ അടിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ ബീഫിന്റെ കൂടെ ബിയർ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. രാത്രി 3 മണിക്ക്. അയാളോട് വളരെ മാന്യമായി പെരുമാറിയോ? അല്ല, ഞാൻ മറ്റേ മുകേഷ് പറഞ്ഞൊന്നും പറഞ്ഞില്ല. മനുഷ്യനായി കഴിഞ്ഞാൽ ഞാനൊക്കെ ഇത്രയും പ്രായമുള്ള ഒരാളല്ലേ. ഹ്യൂമൻ ബോഡിയിലെ ഇന്റേണൽ സൗണ്ട്സ് കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് എന്താണ്? സ്റ്റെതസ്കോപ്പ്. കറക്റ്റ്. അത് നമുക്കൊന്നും കേൾക്കണ്ട, ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ബുൾ 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 ശബ്ദം കേൾക്കുന്നു. വീട്ടിൽ ആര് വന്നാലും ഒരു ബൗള് ഫുള്ള് സാലഡ് ലീവ്സ് ആണ്. അതെല്ലാരും ചോദിക്കും പച്ചക്കറിക്കട ആരാണ് കഴിക്കുന്നത്, പക്ഷെ എനിക്കാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഈ യങ് ആൻഡ് 40s ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ലേ. അപ്പം വീട്ടിന്റെ അകത്ത് ഗേറ്റ് തുറന്നാലേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ഗേറ്റ് ചെയ്യാടുന്ന ശരിയല്ലല്ലോ. അതുകൊണ്ട് മോളെ ഗേറ്റിൽ നിന്ന് എടുത്ത് താഴോട്ട് ഇറക്കി വെച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യോ വെളിയിൽ. ഇവളങ്ങ് നടന്നങ്ങ് പോയി. ബാപ്പച്ചി നോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ഡ്രൈവോ? എടാ നീ ഏത് ക്ലാസ്സിലാ? 3ാം ക്ലാസ്സിലോ? ഇവള് പിന്നെ ഡെലിവറിക്ക് പോയ ദിവസം ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് പഠിപ്പിച്ചോണ്ടിരിക്കുക. അത് ശരി. ഞാൻ നല്ല തകർത്ത് പഠിപ്പിച്ചോണ്ടിരിക്കുക. ഒത്തിരി പിള്ളേരുണ്ട്, ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ പതുക്കെ പോയപ്പോഴത്തേക്ക് കൊല്ലുന്ന ദേഷ്യം ഉണ്ടായിരുന്നു. കുട്ടികൾ ഇപ്പൊ 2 വയസ്സുള്ള കുട്ടികൾ മൊബൈൽ മാറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മൾ കൊടുക്കാതെ 2 വയസ്സുള്ള കുട്ടി എടുക്കില്ല അല്ലേ? സത്യം. നമ്മളൊരു കുട്ടി ബോർഡാണ് എന്ന് പറയുവാണെങ്കിൽ ബോർഡാകുമ്പോഴേ നമ്മൾ ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഏറ്റവും കോമൺ ആയിട്ട് ജനങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പോഴത്തെ സന്തോഷമാണ് എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റ്. എല്ലാവരും ഈ മണിയുടെ പിറകെയാണ് ഓടുന്നത്. അവസാനം ഹെൽത്ത് പോകും. പിന്നെ അതിനുശേഷം ഹെൽത്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള മണി മൊത്തം സ്പെൻഡ് ചെയ്യും. ഇത് രണ്ടും ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. സോഷ്യൽ മീഡിയയിലൂടെ മലയാളികൾക്കെല്ലാം വളരെ ഫെമിലിയർ ആയ ഒരു ഡോക്ടറും ഫാമിലിയുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം ഡോക്ടർ ഡാനിഷ്, ഡോക്ടർ റൈസ ആൻഡ് ഇവരുടെ കുട്ടിക്കുറുമ്പി ഡോക്ടർ ദുവേ ആകുമോ ഇനി? ഇനി ഉമ്മച്ചിയും വാപ്പച്ചിയും ഡോക്ടേഴ്സ് അല്ലേ, അപ്പൊ ഡോക്ടർ ദുവ ആകുമോ? ആണോ? വേണ്ട. അതെന്താ? ഓ, സർജറി ഇഷ്ടല്ല. എന്തായാലും ഈ ഡോക്ടർ ഫാമിലി ആകുമ്പോഴത്തേക്ക് നിങ്ങളോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്തായിരിക്കും? അങ്ങനെ കോമൺ ആയിട്ടുള്ള ചോദ്യമൊന്നുമില്ല. ഇത്രയും ഒരുപാട് ഡോക്ടേഴ്സ് അല്ലേ എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് ഡോക്ടർക്ക് സത്യത്തിൽ ഈ സോഷ്യൽ മീഡിയയോട് ഇങ്ങനെ ഒരു താല്പര്യം വന്നത്? താല്പര്യമല്ല, ഞാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അപ്പൊ ടിവിസിൽ ഒത്തിരി ഇന്റർവ്യൂ കൊടുക്കുമായിരുന്നു. എല്ലാ ചാനലിലും. നമ്മുടെ കൈരടി ആണെങ്കിലും എനിക്ക് എല്ലാ ചാനലുകളും ആൾക്കാർ എന്നെ അറിയാം. ഞാൻ ഒരെണ്ണത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത ഏഷ്യാനെറ്റിലായിരിക്കും ഡ്രോപ്പ് ചെയ്ത്. അങ്ങനെ പോയ ദിവസങ്ങൾ ഒത്തിരി ഉണ്ടായിരുന്നു. കോവിഡൊക്കെ മുമ്പാ. അപ്പൊ എല്ലാ ചാനൽ വ്യൂസിന് നല്ല വ്യൂ ഉണ്ട്, ഒത്തിരി വ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഫേസ് കാണിക്കാതെ കുറെ ഈ വീഡിയോസ് ചെയ്തു. സ്നേക്ക് ബൈറ്റ് ചെയ്ത എന്ത് ചെയ്യണം, ഫിറ്റ്സ് വന്ന് എന്ത് ചെയ്യണം, അങ്ങനെ കുറെ വീഡിയോ. അതിനൊന്നും റീച്ചും ഇല്ല. അപ്പൊ മറ്റേ എന്റെ ഫേസ് കാണിക്കുമ്പോൾ കുറച്ച്, അപ്പൊ ഞാൻ വിചാരിച്ച് എന്റെ കുറച്ചുകൂടെ പറഞ്ഞു തുടങ്ങിയാൽ നല്ലതായിരിക്കും. ചുമ്മാ അങ്ങ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. പിന്നെ ഒരു കയറിയങ്ങ് പോയി, പതുക്കെ കയറിയങ്ങ് പോയി. ആദ്യമായിട്ട് ക്ലിക്ക് ആയ ഒരു വീഡിയോ ഏതായിരുന്നു? അതും ഓർമ്മയില്ല. ആണോ? ഭാര്യയ്ക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് എത്ര ഫോളോവേഴ്സ് കറക്റ്റ് ചോദിച്ചാൽ എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ. ഞാൻ എല്ലാ ദിവസവും നോക്കൂല. എനിക്ക് കറക്റ്റ് ഇപ്പൊ ഇന്നലെ എന്റെ അടുത്ത് ആരും ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മയില്ല. നോക്കിട്ട് സത്യം പറഞ്ഞാൽ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് ഉള്ളവർക്ക് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റക്കായി പോകും. കുറെ നേരം കമന്റ് ഒക്കെ വായിച്ച് പിന്നെ സമയം പോകും. പിന്നെ ഞാൻ കുറെ ദിവസം തുറന്നിട്ട് 5 ഡേയ്സിലായി കാണും. ഡോക്ടർക്ക് ഏതെങ്കിലും ചെയ്തൊരു വീഡിയോ തെറ്റിപ്പോയി എന്ന് തോന്നിയ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം ഈ രാജവെമ്പാലയുടെ വിഷമൊക്കെ
എന്നൊക്കെ പറഞ്ഞ സമയത്ത് അത് ML എന്നൊക്കെ ആയി പോയിട്ടുണ്ട് ശരിക്കും. അങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സ്, വലിയ വലിയ മിസ്റ്റേക്കും പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്റെ താഴെ തന്നെ ഉടനെ എന്റെ കമന്റിലൊക്കെ, കാരണം പണ്ടൊക്കെ ലൈവാണ് ചെയ്തോണ്ടിരുന്നത്. ലൈവ് ഭയങ്കര ഈസിയാണ്. ഈസിയാണ്, പക്ഷെ ഇതുപോലെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും. ലൈവ് വളരെ ഈസിയാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. കാരണം നമുക്ക് മിസ്റ്റേക്സ് എന്തെങ്കിലും പറ്റിപ്പോയാൽ പിന്നെ അത് വലിയ, കാരണം ആൾക്കാർ കുറെ കണ്ട് കമന്റ്സ് വായിക്കത്തുമില്ല. അതുകൊണ്ട് ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ ഞാൻ ലൈവ് കുറെ നാളായി ചെയ്തിട്ട്. ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാകുമ്പോഴത്തേക്കും ഷോ ഇത് ചെയ്യണ്ടായിരുന്നു എന്നെപ്പോഴെങ്കിലും മൊത്തമായിട്ട് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് ആക്ച്വലി. അങ്ങനെ ഭയങ്കര ബിസിയാണ്. കാരണം പറഞ്ഞില്ലേ, ലൈഫ് ഭയങ്കര സ്ട്രക്ചേർഡ് ആണ്, ഇച്ചിരി പിരിമുറുക്കമുണ്ട്. അപ്പൊ അത് പിരിമുറുക്കം റിലീസ് ചെയ്യുകയാണെങ്കിൽ അത് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ആക്ച്വലി വെളിയിലൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാരുടെ സ്നേഹം ഭയങ്കര സ്നേഹമാണ്, രക്ഷയില്ല. അപ്പൊ അത് കാണുമ്പോൾ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ തോന്നും. ഈ ഒരു ജോലി, ഈ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ? അയ്യോ, ആക്ച്വലി നമുക്ക് നല്ല, എന്നെക്കാളും നല്ലോണം സംസാരിക്കും, ഇംഗ്ലീഷൊക്കെ നല്ലോണം ഹാൻഡിൽ ചെയ്യും. കാരണം അബുദാബിയിൽ പലയിടത്തും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇതിലോട്ട് സോഷ്യൽ മീഡിയയിലോട്ട് വരാൻ താല്പര്യമില്ല എന്നാണ്. ഈ നമ്മളെ മലയാളികളെ ഒരുപാട് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഡോക്ടറാണല്ലോ ഡാനിഷ് ഡോക്ടർ. ഡോക്ടർക്കുള്ള ഒരു ദുശ്ശീലം എന്താണ്? ഭാര്യയോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. വലിയ ദുശീലങ്ങളൊന്നുമില്ല, എനിക്കാണുള്ളത്. അല്ല, എനിക്ക് ഉറക്കമൊക്കെ അത്ര കറക്റ്റ് ടൈമിന് ഉറങ്ങാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്കാണ് എല്ലാം കറക്റ്റാണ്. ഫുഡും ഇപ്പൊ നമ്മുടെ വീട്ടിൽ വരുന്നവരെല്ലാരും ചോദിക്കും, നിങ്ങളുടെ വീട്ടിൽ ആര് വന്നാലും ഒരു ബൗൾ ഫുള്ള് സാലഡ് ലീവ്സ് ആണ്. അത് കട്ട് ചെയ്തില്ല, പല ടൈപ്പ് ലീവ്സ് അടുക്കി വെച്ച് അത് എല്ലാ ദിവസവും മാൻഡേറ്ററി ആണ്. അപ്പൊ എല്ലാരും ചോദിക്കും പച്ചക്കറിക്കട ആരാണ് കഴിക്കുന്നത്? പക്ഷെ എനിക്കാണ് കഴിക്കുന്നത്. ആണല്ലേ, അതുകൊണ്ടാണ് ഈ യങ് ആൻഡ് 40s ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതല്ലേ. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇങ്ങനെയുള്ള ഈ ലീവ്സും കൃത്യമായ ഉറക്കമൊക്കെ ആണോ ഡോക്ടറെ? അത് തന്നെയാണ്. നമ്മൾ ആക്ച്വലി വെയിറ്റ് കൂടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. വെയിറ്റ് കൂടുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് റെസ്ട്രിക്ട് ചെയ്യും. ഡോക്ടർ ഏറ്റവും കൂടുതൽ മറുപടി പറയാറുള്ള ഒരു സംശയം എന്തായിരിക്കും? ഇപ്പൊ കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു 1 year ആയിട്ട് ഉത്തരങ്ങൾ അധികം റിപ്ലൈ കൊടുക്കുന്നില്ല. അതെന്തുകൊണ്ടാ? തിരക്കായി പോയി. കാരണം എനിക്ക് എല്ലാം കൂടെ പറ്റുന്നില്ല. വീട്ടിലും നമ്മൾ പറഞ്ഞില്ലേ തിരക്കാണെന്നുള്ളൊരു കുറ്റം പറഞ്ഞു തുടങ്ങിയപ്പോൾ മനസ്സിലായി, കുറ്റബോധം തുടങ്ങി. അതുകൊണ്ട് ഞാൻ ആ റിപ്ലൈ കൊടുക്കുന്ന വെച്ചാൽ നല്ലോണം കുറച്ചു. എനിക്കൊരു കുറെ സ്റ്റാഫുകളുണ്ടായിരുന്നു, നല്ല ട്രെയിൻഡ് ആയിരുന്നു. പക്ഷെ അവര് തന്നെ ചില മരുന്നിന്റെ സൈഡ് എഫക്ട് പറഞ്ഞു കൊടുത്തവർക്ക് മനസ്സിലാവും. പക്ഷെ ഈ ചില അസുഖങ്ങളുള്ള ആളുകൾ ആ മരുന്ന് കഴിച്ചാൽ ചിലപ്പോൾ കൂടുതൽ പ്രശ്നം ഉണ്ടാവും. അത് ഈ സ്റ്റാഫിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു സ്റ്റാഫ്സിന് റിപ്ലൈ കൊടുക്കുന്ന പരിപാടി അങ്ങ് നിർത്തി. അപ്പൊ സ്റ്റാഫിന് അതുകൊണ്ട് അതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ കൊടുക്കുമായിരുന്നു, പക്ഷെ ഒരു ദിവസം വരുന്ന ലിമിറ്റ് ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ 2000 ഒക്കെ ആയിരുന്നു, ഇപ്പൊ കുറഞ്ഞു റിപ്ലൈ ഇല്ലാതെ ഇപ്പൊ എനിക്കൊരു 500-600 ദിവസം ഒക്കെ ഒരു ദിവസം ഇപ്പോഴും. പക്ഷെ എന്നിട്ട് അതിന് ഒരു 10-15 കൊടുക്കും. ചില പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോഴേ റിപ്പോർട്ടൊന്നും നോക്കാതെ പറയാൻ പറ്റില്ല. അതായത് പിന്നെ ഇപ്പൊ പാർട്ടി അടിച്ച എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് പറയാം. പക്ഷെ റിപ്പോർട്ട് നോക്കിയിട്ടെല്ലാം പറയാൻ നിന്ന സമയം എടുക്കും. അങ്ങനെയുള്ളതൊക്കെ വിട്ടു. ഇപ്പൊ ഞാൻ ഈ കല്യാണ തിരക്കായിരുന്നല്ലോ പനീന്റെ, അപ്പൊ ആ ഒരു തിരക്കിനിടയ്ക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു ഇടക്കിടയ്ക്ക്. അല്ല, എന്തായിരിക്കും ഡോക്ടറിനോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻബോക്സിൽ മെസ്സേജ് അയക്കുന്നത്? പട്ടി അടിച്ചാൽ എന്ത് ചെയ്യണം ഇൻബോക്സിൽ ചോദിച്ച ആൻസർ കിട്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെ ബാറ്ററി വിഴുങ്ങി എന്ന് പറഞ്ഞ എന്ത് ചെയ്യണം ചോദിച്ചോണ്ടിരിക്കുന്ന അതൊക്കെ പ്രശ്നമാണ്. പേടിയാണ്. ഇത്രയും നേരം എങ്ങനെ ജീവിച്ചിരിക്കും, അങ്ങനെയൊക്കെ പേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സമയം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ കേട്ടതിൽ ഏറ്റവും വിയേർഡ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്തായിരുന്നു? രാത്രി 3 മണിക്ക് ഞാൻ ഇവിടെ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, ഞാൻ റിപ്ലൈ കൊടുത്തോണ്ടിരുന്ന സമയത്ത് 3 മണിക്ക് ഒരാൾ വിളിച്ചു. 3 മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോ ആക്ച്വലി ബിയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ ഞാൻ ഈ ബീഫിന്റെ കൂടെ ബിയർ അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാണ്? രാത്രി 3 മണിക്ക് ഇങ്ങനെയൊക്കെ. ഞാൻ 1:30 കിടന്നത്. ഇത്ര എല്ലാം കഴിഞ്ഞിട്ട് 1:30 കിടന്നത്. എനിക്ക് രാവിലെ പോകും വേണം എഴുപ്പിക്ക്. ആ അവസ്ഥയില അങ്ങനെയൊക്കെ. പിന്നെ അങ്ങനെയൊക്കെ അയാളോട് വളരെ മാന്യമായി പെരുമാറിയോ? അല്ല, ഞാൻ മറ്റേ മുകേഷ് പറഞ്ഞൊന്നും പറഞ്ഞില്ല. വളരെ ശാന്തമായിട്ട് ഒരു കുഴപ്പമില്ല, ഇപ്പൊ തൽക്കാലം മദ്യപിക്കുന്നത് നിർത്തുക, കിടന്നുറങ്ങാൻ പറഞ്ഞു. നമ്മൾ പൊതുവെ പ്രഗ്നന്റ് വിമനോട് പറയില്ലേ, അതായത് ഫോൺ ഉപയോഗം ഭയങ്കരമായിട്ട് കുറയ്ക്കണം, അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യണം എന്നൊക്കെ. അങ്ങനെ ഡോക്ടറുടെ ഒരു പ്രഗ്നൻസി പീരീഡ് എങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തത്? ഞാൻ വർക്കിംഗ് ആയിരുന്നു, അപ്പൊ അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്. പക്ഷെ മാക്സിമം ഹെൽത്തി ആയിട്ടൊക്കെ ഫുഡ് പക്ഷെ ഇവള് പിന്നെ ഡെലിവറിക്ക് പോയ ദിവസം ഞാൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ പഠിപ്പിച്ചോണ്ടിരിക്കുക. അത് ശരി. പക്ഷെ ഞാൻ ഇവക്ക് പെയിൻ വന്നപ്പോൾ അറിഞ്ഞില്ലല്ലോ. സ്വന്തമായിട്ട് ഡോക്ടേഴ്സായി ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടല്ലേ. നമ്മളൊക്കെ ആയിരുന്നേ പിന്നെ ഭർത്താവിന് വെറുതെ വെച്ചേക്കില്ല. ഇവള് അന്ന് അവളുടെ ഉമ്മയായിട്ട് പോയി. അവിടെ അതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കുക, ഞാൻ നല്ല തകർത്ത് പഠിപ്പിച്ചോണ്ടിരിക്കുക. ഒത്തിരി പിള്ളേരുണ്ട്, ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ അത് ഉടനെ ഹാൻഡ് ഓവർ കൊടുത്ത്. എൻ്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, അപ്പൊ അവനെ ഞാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ പതുക്കെ പോയപ്പോഴത്തേക്ക് കൊല്ലുന്ന ദേഷ്യം ഉണ്ടായിരുന്നു മുഖത്ത് കാണാൻ. 2 ഡോക്ടേഴ്സ് ആയതുകൊണ്ട് ഞാൻ ഡോക്ടേഴ്സിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. നിങ്ങൾക്കൊരു
ഇവിടെ വന്നപ്പോ തോന്നിയ ഒരു ബുദ്ധിയാ. ഇതിന് ആൻസർ ആരാണോ പറയുന്നത് അവരാദ്യം അടിക്കാം. കൊടുത്താൽ മതിയായിരുന്നു. ഇല്ല, ദുവ പറയണം കേട്ടോ, ആരാണ് ആദ്യം കറക്റ്റ് ആയിട്ട് ഇത് അടിക്കുന്നതെന്ന്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ ദുവ? ശരി. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിപരമായ ചോദ്യമാണ്. നിങ്ങൾ പലതവണ ആലോചിക്കേണ്ടി വരും. ഓക്കെ, ആദ്യത്തെ ചോദ്യം, ഈ ഹ്യൂമൻ ബോഡിയിലെ ഇന്റേണൽ സൗണ്ട്സ് കേൾക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് എന്താണ്? രണ്ടുപേർക്കും ഇതൊന്നും അറിയില്ലേ? എന്താണ്? സ്റ്റെതസ്കോപ്പ്. കറക്റ്റ്. അത് നമുക്കൊന്നും കേൾക്കണ്ട, പക്ഷെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ ബുളു 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 ശബ്ദം കേൾക്കണം. ഡിവൈസ് അല്ലേ കേട്ടോ ഡോക്ടറെ? കാര്യം എക്സ്പീരിയൻസ് കൂടുതലാണെങ്കിലും ഇവരവിടെയോ അങ്ങനെ പോവാം. തലവേദനയോ വയറുവേദനയോ വരുമ്പോൾ മലയാളികൾ ആദ്യം കഴിക്കുന്ന മെഡിസിൻ ഏതാണ്? അത് അടിച്ചിട്ട് പറയണേ. അതെന്താ ഡോക്ടറെ, അറിയില്ലായിരുന്നോ? അല്ല, അടിക്കാൻ സമയം കിട്ടില്ല. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് കുറച്ച് വിവരമുള്ള ചോദ്യം, സത്യസന്ധമായ ആൻസർ ആണ്. കേരളത്തിൽ എത്ര മെഡിക്കൽ കോളേജ്, ഗവൺമെന്റ് മെഡിക്കൽ കോളേജസ് ഉണ്ട്? അയ്യോ, ഗസ് ഒക്കെ പറയാം. എന്താ? 18. തെറ്റ്. നീ ഡോക്ടർ പറഞ്ഞു 10 അല്ല, തെറ്റ്. ഇനി ഞാനൊരു ക്ലൂ തരാം. നമ്മളിങ്ങനെ ഒരു ഡസനായിട്ട് വാങ്ങിക്കാന്നൊക്കെ പറയുമ്പോ ഒന്ന് അടിച്ചേക്ക. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഡോക്ടർക്കാണ് അതിന്റെ സെൻസിബിളി. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ വളരെ ബുദ്ധിപരമായ ചോദ്യം. അതായത് റേഡിയേഷൻ ഉപയോഗിച്ച് നമ്മുടെ ബോഡിയുടെ ഉൾവശത്തിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുക്കുന്ന പരിപാടിയുടെ പേര്? അറിയാം. ഇന്ന് രാവിലെ ഫിലിമൊക്കെ നോക്കിട്ട് ഏതോ വീട്ടിൽ പോയപ്പോഴും ഫിലിമൊക്കെ നമുക്ക് എല്ലാവർക്കും ചായ, കാപ്പി, നമുക്ക് എക്സ്റേ, അൾട്രാസൗണ്ട്, എക്കോ റിപ്പോർട്ടൊക്കെയാണ്. ശരിയാണല്ലേ? അത് ശരിയാണ്. ഏതെങ്കിലും ഡോക്ടർ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെയൊക്കെയുള്ള മറ്റേ എന്റെ ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് ഹായ് ഹലോ ഒന്നും മെസ്സേജ് വരാറില്ല. എല്ലാരും ഡയറക്റ്റ് റിപ്പോർട്ട് അയച്ചിട്ട് അതിന്റെ താഴെ വോയിസ് മെസ്സേജ്. അപ്പൊ വിചാരിക്കും വോയിസ് മെസ്സേജിൽ നമ്മളെ കുറിച്ചൊന്നും അല്ല. അതുകൊണ്ടൊരു കാര്യമുണ്ട് കേട്ടോ, ഇവർക്കുള്ള ഇപ്പൊ ബാക്കിയുള്ളവരുടെക്കാട്ടും നമുക്ക് എല്ലാവരോടും കോണ്ടാക്ട് ഉണ്ട്. കാരണം എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്, ഹെൽത്ത് ഡൗട്ട്. അപ്പൊ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും മെസ്സേജ് അയക്കും. അപ്പൊ അതുകൊണ്ട് ഒരു കോണ്ടാക്ട് ഉണ്ട്, എല്ലാ ബന്ധുക്കളും കോണ്ടാക്ട് ഉണ്ട്. കാരണം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. അതെ, ഇങ്ങനെ പറയുമ്പോഴേ ഈ വേദനിപ്പിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. നമുക്കും ഡോക്ടർ ഫ്രണ്ട്സിനോട് എല്ലാവർക്കും ഇങ്ങനെയുള്ള ബ്ലഡ് ടെസ്റ്റിന്റെ റിസൾട്ട് അയച്ചു കൊടുക്കുക, അല്ലെ സ്കാനിങ്ങിന്റെ റിസൾട്ട് അയച്ചു കൊടുക്കുക. അതല്ലാതെ എടാ ഇനി ചെയ്യണമല്ലേ? നല്ലൊരു അവസ്ഥയാണ്. ഓക്കെ, അടുത്തൊരു കുസൃതി ചോദ്യമാണേ. അത് പക്ഷെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതില്ല എന്ന് ഒരു ഡോക്ടർ പറഞ്ഞാൽ വളരെ സന്തോഷമാണ്, പക്ഷെ ഇതില്ല എന്നൊരു റേഷൻ കടക്കാരൻ പറഞ്ഞാൽ വളരെ വിഷമമാണ്. എന്താണത്? ഷുഗർ. കണ്ടോ, എന്റെ ലെവലിലേക്ക് ഇറങ്ങി ചിന്തിക്കാൻ ഡോക്ടർ. അതെങ്ങനെ എവിടെ കിട്ടിയേ? റേഷൻ കടയിൽ. ഇവിടെയൊന്നും അല്ല ജനിച്ച് വളർന്നെന്നുണ്ടെങ്കിലും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ആരാണ് ആദ്യം കറക്റ്റ് ആൻസർ പറയുന്നോട്ടെ? MBBS ഫുൾ ഫോം എന്താണ്? അറിയോ? കൊച്ചിന് സംശയം, ഈ ഭയങ്കരമായിട്ടുള്ള മൊബൈൽ അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെയൊക്കെ ഡോക്ടർ അടുത്ത് എത്തിയിട്ടുണ്ടോ? കഴിഞ്ഞ മാസം അബുദാബിയിൽ വെച്ചൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 500-600 പേരുണ്ടായിരുന്നു. അതിനകത്ത് ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു മൊബൈൽ അഡിക്ഷൻ ഉള്ളവർ. എന്തൊക്കെയായിരിക്കും ഒരു അഡ്വൈസ് കൊടുക്കുക ഈ മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക? ഇപ്പൊ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാന്നൊക്കെ പറയുന്നത് മുതിർന്നവർക്കാണ്. അതെ, കുട്ടികൾക്ക് നമ്മൾ ആക്ച്വലി കുട്ടികൾ ഇപ്പോൾ 2 വയസ്സുള്ള കുട്ടികൾ മൊബൈൽ മാറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കൊടുക്കാതെ 2 വയസ്സുള്ള കുട്ടി എടുക്കില്ല, അല്ലേ സത്യം? അപ്പൊ അതൊരു കാര്യം. ഇപ്പൊ നമ്മൾ കൊടുക്കുമ്പോഴാണ് കുട്ടികൾ അഡിക്റ്റ് ആകുന്നത്. അപ്പൊ നമ്മളൊരു കുട്ടി ബോർഡാണ് എന്ന് പറയുവാണെങ്കിൽ, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ബോർഡാണ്, ഞാൻ ബോർഡ് എന്ന് എപ്പോഴും പറയും. പക്ഷെ ബോർഡ് എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോയിന്റാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ബോർഡ് ആകുമ്പോഴേ നമ്മൾ ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ബി വന്നാലേ സി വരുള്ളൂ. അപ്പൊ ബോർഡ് ആയാലേ ക്രിയേറ്റിവിറ്റി തുടങ്ങുള്ളൂ. അതാലോചിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അക്നോളജ് ചെയ്യണം. അതായത് നമ്മൾ അതിനെ മനസ്സിലാക്കുക, ബോർഡാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ABC ആയി. ABC വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? അവിടെ നമുക്ക് കൂടുതൽ
പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, ഒത്തിരി കാര്യങ്ങൾ കുട്ടി മാത്രം കുട്ടിക്ക് ബോർഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? കുട്ടിയുടെ പാരന്റ്സും കൂടെ അത് ആലോചിക്കണം. നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം, പല പല സൊല്യൂഷൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദുബായുടെ കൂടെ ബുക്ക് വായിക്കാൻ നമ്മളും കൂടെ ഇരിക്കും. അപ്പം അവള് വായിക്കും ഒരു 100 പേജ്, നമ്മളും കൂടി ഇരുന്ന് വായിക്കും 20 പേജ്. അപ്പം ശീലം ഉണ്ടാക്കി എടുക്കുവാണ്. അങ്ങനെ കുറേ ദിവസം വായിച്ചു കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ ബോർ അടിക്കുമ്പം ഓട്ടോമാറ്റിക് ഒരു ബുക്ക് എടുത്ത് വായിച്ചു തുടങ്ങും. അതൊരു പരിപാടി. പിന്നെ രണ്ടാമത് നമുക്ക് കുറേ ബോർഡ് ഗെയിംസും കുറേ ഗെയിംസുകളൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും, അത് നമുക്ക് ചെയ്യാം. പിന്നെ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ബുക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 സ്റ്റാർ കിട്ടും, കുട്ടിക്ക് 1 സ്റ്റാർ കിട്ടും. അങ്ങനെ 5 സ്റ്റാർ കിട്ടുമ്പോഴാണ് അവർക്ക് ആവശ്യമുള്ളപ്പോൾ ഒരു ഐസ്ക്രീം വേണമെങ്കിൽ ഐസ്ക്രീം കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു മൊബൈൽ അഡിക്ഷൻ കുറയ്ക്കാനായിട്ട് പറ്റും. വളരെ എഫക്റ്റീവ് ആണ്, കാരണം ഞാൻ ചെയ്തിട്ടുള്ള മെത്തേഡ്സ്. മനസ്സിലായി. ദുബൈക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? ഇവിടെയാണോ അബുദാബിയിലാണോ ഫ്രണ്ട്സ് ഒക്കെ കൂടുതലുള്ളത്? അബുദാബി. ഓ, അബുദാബിയിലാണ്. അപ്പൊ അവിടെയാണ് ഇഷ്ടം അല്ലേ? ശരിക്കും ദുബായ് ഒരു നോട്ടി കിഡാണോ അതോ ഭയങ്കര നല്ല കുട്ടിയാണോ? നല്ല കുട്ടിയാണ്. ആണോ? പക്ഷെ എന്തെങ്കിലും നമ്മൾ ചിലപ്പോ കുറച്ച് ചെറിയ ചെറിയ നോട്ടിനെസ് ഒക്കെ ചെയ്യാറില്ലേ? അവൾ അറിയാതെ ഒരു കോമഡി. അതൊന്നുമില്ല, ഇവളുടെ വീട്ടിൽ പോയപ്പോ കോട്ടയത്തായിരുന്നു. കോട്ടയത്ത് പോയി ഞങ്ങളെല്ലാം കാറിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പം വീട്ടിന്റെ അകത്ത് ഗേറ്റ് തുറന്നാലേ നമുക്ക് അകത്ത് കയറാൻ പറ്റുള്ളൂ. അപ്പം അകത്ത് കയറാൻ മാർഗമില്ല, ഞങ്ങൾ ഗേറ്റിലൊക്കെ നോക്ക് ചെയ്തിട്ടൊന്നും തുറക്കാൻ പറ്റത്തില്ല. ഞാൻ ഗേറ്റ് വിളിച്ച, പക്ഷെ ഇവരെല്ലാം അടുക്കളയിലാണ്, തിരക്കാണ്. അപ്പൊ ഞാൻ ഗേറ്റ് ചാടുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് മോളെ ഗേറ്റിൽ നിന്ന് എടുത്ത് താഴോട്ട് ഇറക്കി വെച്ച് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക വെളിയിൽ. ഇതിപ്പോ തുറന്നു തരും, കാരണം തുറന്നു തന്നാൽ മതി, ഇവർ സ്വിച്ച് നോക്കിയാൽ മതി. ഇവളങ്ങ് നടന്നങ്ങ് പോയി. ഹാപ്പി കുറച്ചേരം പുറത്ത് കേട്ടെന്ന് വിചാരിച്ചല്ലേ? അവള് പോയി ഡോറിപ്പ് വിളിച്ചിട്ട് അവരെ വിളിച്ചോണ്ട് വന്ന് തുറക്കാൻ പറ്റും. അതാണ് കൊച്ചിന് അറിയില്ലായിരുന്നു അല്ലേ? നമ്മളിങ്ങനെ ഭയങ്കര സുന്ദരിയാകാം വെളുക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണല്ലോ ഈ ഗ്ലൂട്ടാതയോണിനെ ഭയങ്കരമായിട്ട് ഫെമിലിയറൈസ് ചെയ്തത് മലയാളികള്. ഡോക്ടർ ഗ്ലൂട്ടാതയോണിനെ സപ്പോർട്ട് ചെയ്യുമോ ഇല്ലയോ? ഗ്ലൂട്ടത്തയോൺ ആസ് നീഡഡ് യൂസ് ചെയ്യാം, കാരണം ഞാൻ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. സോ ഓബ്വിയസ്ലി എവിഡൻസ് ബേസിൽ അങ്ങനെ ഓവറായിട്ട് യൂസ് ചെയ്യാൻ ഒരിക്കലും ആരുടെ പറയില്ല. ബട്ട് ഓരോരുത്തരുടെ കണ്ടീഷൻ വെച്ചിട്ട്, പിന്നെ ചില ആൾക്കാർക്ക് നീഡുണ്ട്, ഒരു കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞ് കൊടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. അല്ലാതെ സ്വന്തമായിട്ട് പരീക്ഷിക്കരുത്. സ്വന്തം പരീക്ഷണങ്ങൾ ഐ ഡോണ്ട് എൻകറേജ് എനിവൺ. നല്ല സെൻസേഷണൽ ടോപ്പിക് ആണല്ലോ. ഈ ഡോക്ടേഴ്സ് ഒക്കെ കേരളത്തിൽ അവർക്ക് കിട്ടുന്ന റെമ്യൂണറേഷനിൽ വളരെ അൺഹാപ്പിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇന്റേൺഷിപ്പ് മാത്രമേ ചെയ്തു. അത്രേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതിനെ കുറിച്ച് ധാരണകൾ വളരെ കുറവാണ്. ഡോക്ടറുടെ അഭിപ്രായം എന്താണ്? അതൊരു സത്യമാണ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട്, നല്ല സാലറി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു കുറേ നാൾ. അവർക്ക് എമർജൻസി മെഡിസിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. എനിക്കിവിടെ ഹാപ്പി ആയിരുന്നു. പിന്നെ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഡേയ്സ് വളരെ കുറവാണ്. ഞാൻ അവിടെ 15 ദിവസം 16 ദിവസം മാക്സിമം വർക്ക് ചെയ്യുന്നുണ്ട് ഒരു മാസത്തിൽ. ബാക്കി ദിവസം മൊത്തം ഫ്രീയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ അത്രയും ദിവസം വർക്ക് ചെയ്താലേ 28 ഡേയ്സ് വർക്ക് ചെയ്താലേ ഈ പറഞ്ഞ സാലറിയൊക്കെ വരുള്ളൂ. ഇപ്പം എന്നെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ആൾക്കാർ ഒത്തിരി പേരുണ്ട്. ഇപ്പം എൻ്റെ തന്നെ സ്റ്റുഡൻസ് പഠിച്ചിറങ്ങിയവർ എന്നെക്കാട്ടും സാലറി കിട്ടുന്നവരുണ്ട്. അവർ വീടൊക്കെ വാങ്ങിച്ച് UK വീടൊക്കെ വാങ്ങിച്ച് സെറ്റിൽ ആയിട്ടുള്ള, എനിക്ക് ദിവസവും എന്നെ വിളിച്ച് കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇത് അക്യൂർ ചെയ്തു, ഇത് അക്യൂർ ചെയ്തു. സന്തോഷമുണ്ട്, വളരെ സന്തോഷം. അപ്പൊ സത്യത്തിൽ കുറച്ച് വരുമാനം കുറവാണോ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർക്ക്? ആക്ച്വലി കറൻസി ഡിഫറൻസും വരാം. വെളിയിൽ പോകുമ്പോൾ വേറൊരു കറൻസിയാണ്, പക്ഷെ ഭയങ്കര കൂടുതലാണ്. നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഇപ്പം അവിടെ ഒരു സാലറി കിട്ടുകയാണെങ്കിലും എമൗണ്ട് ഓഫ് എക്സ്പെൻസ്, ഇപ്പൊ UAE അല്ലാത്ത കൺട്രിയിൽ ടാക്സ്, UAE ആണെങ്കിലും വെരി എക്സ്പെൻസീവ് ആണ്. അപ്പൊ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇവിടെ എങ്ങനെ? അല്ല, എന്നാലും എനിക്ക് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് കുറച്ച് പേരോട്ട് സംസാരിച്ചു, ജൂനിയർ ഡോക്ടേഴ്സായിട്ട് ഒരു കുറച്ച് ദിവസം മുമ്പ് സംസാരിച്ചു, ഒരു 15 days ബിഫോർ. അപ്പോൾ അവരെല്ലാം പറഞ്ഞ ജൂനിയർ ഡോക്ടേഴ്സിന് കുറവാണ്. സീനിയേഴ്സിന് ഇപ്പോൾ പുള്ളിക്കാർ പറഞ്ഞ പോലെ ശരിയാണ്. ഫേമസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കറക്റ്റാണ്. ജൂനിയർ ഡോക്ടേഴ്സിന് പേയ്മെന്റ് വളരെ മോശമാണ്. ഇപ്പം ഒരു IT പ്രൊഫഷനുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് 40,000 rupees കിട്ടുന്ന ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് പാടാണ് ആക്ച്വലി. കാരണം അവർ ചിലപ്പോഴൊക്കെ ദൂരെ നിന്നൊക്കെ വന്ന് താമസിക്കുന്ന, അവർക്ക് ഓൾറെഡി 15,000 ഒക്കെ വാടക കൊടുക്കണം. പാടാണ്. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട് അല്ലേ? ഉണ്ട് ഡോക്ടറെ. ജൂനിയർ ഡോക്ടേഴ്സിനുണ്ട്, സീനിയർ ഡോക്ടേഴ്സ് പുള്ളിക്കാർ പറഞ്ഞ കേട്ടോ. നിങ്ങളൊക്കെ ഡോക്ടേഴ്സ് അല്ലായിരുന്നെങ്കിൽ ഏത് പ്രൊഫഷൻ ചൂസ് ചെയ്യായിരുന്നു? എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ കൊച്ചിലോട്ട് ഡോക്ടറാവാൻ നടന്നത്. ആണോ? ഇവിടെ സ്കോളർഷിപ്പിലൊക്കെ കിട്ടി. കൊച്ചിലോട്ട് ഗവൺമെന്റ് പഠിച്ചു. അത് ശരി. അതെന്താണ്, എങ്ങനെയായിരുന്നു ആ ഒരു ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് വന്നു വിട്ടത്? അറിയില്ല, കൊച്ചിലെ വിട്ടേ ഒരു ഇഷ്ടം ഡോക്ടേഴ്സിനെ
ഡോക്ടർക്ക് എങ്ങനെയാണ് ഡാനിഷ് ഡോക്ടറെ അച്ഛനും അമ്മയും ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട് വളർത്തിയതിന്റെ ഭാഗമായിട്ടാണോ അതോ അല്ല, എനിക്ക് കൂടുതൽ മാത്സ് ആണ് ഇഷ്ടം. എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്, ഇവർക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കണക്ക് വളരെ പെട്ടെന്ന് പഠിക്കുക. അപ്പം അറിയില്ല, പിന്നെ അങ്ങോട്ടങ്ങ് ഡൈവേർട്ട് ആയി പോയതുകൊണ്ട് അങ്ങനെ പോയി. പക്ഷെ ഇതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫീൽഡ്. അല്ല, എനിക്ക് സത്യമായിട്ട് എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. ഒരു വീട്ടിലെ എല്ലാവരും ഡോക്ടർമാര്, അപ്പൊ ആർക്കെങ്കിലും ഒന്ന് മാറി ചിന്തിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു? സത്യമായിട്ടും തോന്നിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നല്ലൊരു ഫീൽഡാണല്ലോ. പിന്നെ ഫാദറും ഡോക്ടറാണ്. ഫാദറിന് കിട്ടുന്ന റെസ്പെക്റ്റും അതുപോലെ തന്നെ ട്രീറ്റ് ചെയ്ത് കിട്ടുന്ന ആ പേഷ്യൻസിന്റെ ഒരു ഹാപ്പിനെസ് കണ്ടു വളർന്നതുകൊണ്ട് അപ്പം ഉറപ്പായിട്ടും അങ്ങനെ തന്നെ പോവാന്ന് കരുതി. ഞാൻ മനസ്സിലാക്കുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പാരന്റിങ് ആയിരുന്നു ഡാനിഷ് ഡോക്ടറിന്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇനി മോളുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ മോളോട് എങ്ങനെയാണ്? അതേപോലെ അച്ഛൻ എങ്ങനെയാണോ മകനെ വളർത്തിയത് അതുപോലെ തന്നെയാണോ മകൻ ഇപ്പൊ മകളെ വളർത്തുന്നത്? പാപ്പച്ചി നോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? യു ഷുഡിൻ ഡു ദിസ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തൊക്കെയാ? ഡ്രൈവോ? എടാ നീ ഏത് ക്ലാസ്സിലാ? 3ാം ക്ലാസ്സിലോ? പിന്നെന്തൊക്കെയാ നോ പറഞ്ഞിട്ടുള്ളത്? Go into the deep side of the pool. പൂളിന്റെ ഡീപ് സൈഡിൽ നീന്താൻ സമ്മതിക്കൂല. ഓ മൈ ഗോഡ്. നീന്താനൊക്കെ അറിയാം. ആണല്ലേ? പഠിച്ചു, സ്വന്തമായിട്ട് പഠിച്ചു. അത് കാരണമാണ് നമുക്കറിയില്ല, അവള് നീന്തും. എനിക്ക് ചെറുതായിട്ട് അറിയുള്ളൂ, വലിയ നല്ലോണം നീന്താൻ അറിയില്ല. ആരാ പഠിപ്പിച്ചേ? ദ്വാന ആരാ പഠിപ്പിച്ചേ? അതൊക്കെ തന്നെ പഠിച്ചോ? മെഡിക്ക് തന്നെ. അപ്പൊ ഇത് രണ്ടുമാണ് വാപ്പച്ചിയല്ലേ? വാപ്പി സ്ട്രിക്റ്റ് ആയിട്ട് നോ പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഒരുപാട് പേർക്ക് ചിലപ്പോൾ ഡോക്ടർ ആവണം എന്നൊക്കെയുള്ള ഭയങ്കര ആസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ? അവരോട് നിങ്ങൾ കൊടുക്കുന്ന ഒരു അഡ്വൈസ് എന്തായിരിക്കും? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഡ്രീം ഉണ്ടെങ്കിൽ പെർസീവ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടേയിരിക്കുക. എത്തും, ഉറപ്പായിട്ട് എത്തും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു 1700 പിള്ളേരെ പഠിപ്പിച്ചു ഫ്രീ ആയിട്ട്. 80 മണിക്കൂറോളം ഞങ്ങൾ ക്ലാസ് എടുത്തു. ഈ എങ്ങനെ നീറ്റിന് പ്രിപ്പയർ ചെയ്യണം. ഞങ്ങൾ വേറെ കുറെ ഇൻസ്ട്രക്ടേഴ്സിനെ ഹയർ ചെയ്ത് ഞങ്ങൾ തന്നെ എക്സ്പെൻസ് ബയർ ചെയ്ത് അങ്ങനെ കുറെ ആൾക്കാരെ പഠിച്ചു. കുറെ ആൾക്കാർക്ക് സീറ്റ് കിട്ടി, ഒത്തിരി കിട്ടി. ഭയങ്കര സന്തോഷമായി. അപ്പൊ ഈ വർഷം പറ്റുമെങ്കിൽ ചെയ്യാം. നല്ല എക്സ്പെൻസ് ആയി. അപ്പൊ അടുത്ത വർഷം പറ്റുമെങ്കിൽ ചെയ്യും. ഡോക്ടർ എന്തായിരിക്കും ഒരു അഡ്വൈസ് കൊടുക്കുക ആസ്പയറിംഗ് എന്റെ ആകെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ട്രെസ് എടുക്കരുത്. ലൈക്ക് അറ്റ് ദി എൻഡ് യു വിൽ റീച്ച്. അത് എപ്പോഴാണെന്ന് അറിയില്ല. ടൈം ലൈൻ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ ടൈം ലൈൻ ആണ്. പക്ഷെ എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. നമ്മൾ ആ 12th കുട്ടികളെ പഠിപ്പിക്കുന്നവർ ഭയങ്കര സ്ട്രെസ് ആണ്. എന്നിട്ട് ഞാൻ പറയുന്നത് എന്തായാലും MBBS കയറി കഴിഞ്ഞാൽ ഓരോന്നായിട്ട് ഫിനിഷ് ആവും. സോ അത്രയും സ്ട്രെസ് എടുക്കരുത്. സ്ലോലി യു വിൽ റീച്ച്. ഈ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു ന്യായമുണ്ട്. അതായത് ജീവിതം കറക്റ്റ് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കമന്റ് ജീവിതം ഇത്രയല്ലേ ഉള്ളൂ, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ കഴിക്കും, എനിക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഞാൻ ജീവിക്കും, അത് കഴിഞ്ഞുണ്ടാവുന്ന 50 വയസ്സ് കഴിഞ്ഞ് തട്ടി പോവാണെങ്കിൽ പൊക്കോട്ടെ, കുഴപ്പമില്ല. തട്ടിപ്പോവാണെങ്കിൽ കുഴപ്പമില്ല, കിടന്നു പോയാലാണ് പ്രശ്നം. അത് മാത്രമല്ല പല ആളുകളും ഇപ്പൊ എന്റെ പല റിലേറ്റീവ്സും പേരെടുത്ത് പറഞ്ഞില്ല, അപ്പൊ അവർക്ക് എല്ലാവർക്കും നടക്കാൻ പോലും പറ്റുന്നില്ല 50 വയസ്സ് കഴിഞ്ഞപ്പോൾ. പിന്നെ അതിപ്പോ ഒരാളുടെ ഒരു ഹെൽപ്പ് വേണം. അത് മാത്രമല്ല 10ഉം 15ഉം ഗുളികളാണ്. കാലിൻ്റെ അടി തരിപ്പ്, കൈയിൻ്റെ അടി തരിപ്പ്, മുറിവ് വന്നാൽ ഉണങ്ങുന്നില്ല, പിന്നെ കണ്ണിന് കാഴ്ച ബുദ്ധിമുട്ട്, ഡയബറ്റിക് ഇതൊക്കെ വന്നു, അങ്ങനെ റെറ്റിനോപ്പതിയൊക്കെ വന്നു. അപ്പോൾ ഓരോ ബുദ്ധിമുട്ട് തടയാൻ ആദ്യമേ നമുക്ക് തടയാം. പക്ഷെ അതേ സമയത്ത് വളരെ ഹെൽത്തി ആയിട്ട് നല്ലവണ്ണം പോകുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒരു 10 വർഷം, ഒരു 15 വർഷവും കൂടെ കൂടുതൽ കിട്ടും. മനസ്സിലായി. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായി. കൃത്യമായിട്ടൊന്നും ഫോളോ ചെയ്യുന്നില്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു. ചില സമയത്ത് ഇപ്പം ഹോട്ടലിൽ പോയി കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇന്നലെ ഒരാൾ ഓടി വന്നു, ഇവിടെ നിന്ന് മോക്ക് എന്താ വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് നോക്കട്ടെ എന്ന്. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ ആൾക്കാർ ചെയ്യാറുണ്ട്. ചില സമയത്ത് നമ്മൾ കഴിക്കും, പക്ഷെ അത് കാര്യമില്ല. പക്ഷെ എന്നാലും ടു ആൻ എക്സ്റ്റെന്റ് മലയാളികളെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പൊ ആ ഒരു ശീലം ഇങ്ങനെ ഇടയ്ക്ക് നിർത്തട്ടെ എന്ന് ആലോചിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് നിർത്തല്ലേ, ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഈ വീഡിയോസ് കാണാനായിട്ട്. അപ്പൊ പക്ഷെ ഇത് പറഞ്ഞ പോലെ പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കട്ടെ, നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാകട്ടെ. ദുവാ ഹാപ്പി അല്ലേ? Wishing you all the very best and thank you so much for your time. Thank you. Keep cool, even in the scorching heat. For air conditioners, meet our expert. Oxygen, the cooling expert.